കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സമുദായ സംഘടനയാണ് സമസ്ത. ആ സംസ്ഥയുടെ തീരുമാനങ്ങൾ സ്വാഭാവികമായി മുസ്ലിം സമുദായത്തിൽ വലിയ ചർച്ചയാകും. അതോടൊപ്പം തന്നെ കേരളത്തിലും അത് വലിയ ചർച്ചയായി മാറാറുമുണ്ട്. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കം അതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറിയിട്ടുമുണ്ട്. കാരണം മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കാണ് സമസ്ത. ആ സമസ്ത മുസ്ലിം ലീഗിൽ നിന്ന് അകന്നാൽ അത് മുസ്ലിം ലീഗിനെ ദുർബലപ്പെടുത്തും, അത് UDF ദുർബലപ്പെടുത്തും, കോൺഗ്രസിനെ ദുർബലപ്പെടുത്തും. അതുകൊണ്ട് തന്നെ വലിയ ചർച്ച ഇത് സംബന്ധിച്ച് ഉയർന്നു വരാറുമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി സമസ്തയും മുസ്ലിം ലീഗും അത്ര നല്ല യോജിപ്പിലല്ല പോകുന്നത്. സമസ്തയിൽ തന്നെ ഇതേക്കുറിച്ച് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ട് ഗ്രൂപ്പുണ്ട്. മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരും മുസ്ലിം ലീഗിനെ എതിർക്കുന്നവരും. ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പരസ്പരം ഏറ്റുമുട്ടലും ചർച്ചകളും ഒക്കെ വലിയ വിവാദമായി മാറുകയും മുസ്ലിം ലീഗ് ഈ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു അനുനയ ചർച്ച സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ ചർച്ച പരാജയപ്പെടുകയാണ് ചെയ്തത്. മുസ്ലിം ലീഗിനെ എതിർക്കുന്നവർ ചർച്ചയിൽ പങ്കെടുത്തില്ല, അവർ മാറി നിൽക്കുകയാണ് ചെയ്തത്. അതിനിടെയാണ് മുഷാവറ യോഗം നടക്കുന്നത്. മുഷാവറ എന്ന് വെച്ചാൽ സമസ്തയുടെ ഉന്നതാധികാര സമിതിയാണ്. സമസ്തയിലെ പണ്ഡിതന്മാർ മാത്രം പങ്കെടുക്കുന്ന, സമസ്തയെ സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുള്ള സമിതിയാണ് മുഷാവറ. ആ മുഷാവറയിൽ കഴിഞ്ഞ യോഗത്തിൽ വലിയ രണ്ട് തീരുമാനങ്ങൾ വന്നു. ആ രണ്ട് തീരുമാനങ്ങളും മുസ്ലിം ലീഗിന് എതിരെയുള്ളതാണ്. മുസ്ലിം ലീഗിൻ്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളുന്നതാണ്. പക്ഷേ അത് കേരളത്തിൽ വലിയ ചർച്ചയായി വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ചർച്ചയായി വരാത്തത്? മറ്റൊരു വിവാദം ഉയർത്തിക്കൊണ്ടുവരുവാൻ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് കഴിഞ്ഞു, അതല്ലെങ്കിൽ സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂലികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, ഉമർ ഫൈസി മുക്കം ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അടക്കം മുഷാവറ അംഗങ്ങളെ കള്ളന്മാർ എന്ന് വിളിച്ചു എന്നതാണ്. അതേ തുടർന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നും അതിനുശേഷം യോഗം അവസാനിപ്പിച്ചു എന്നും അതുകൊണ്ട് കള്ളന്മാർ എന്ന് പ്രയോഗം നടത്തിയ ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അത് വലിയ ചർച്ചയായി മാറ്റാൻ കഴിഞ്ഞു. ഔദ്യോഗികമായി സംസ്ഥ വാർത്താക്കുറിപ്പിറക്കി. അത്തരമൊരു സംഭവം സമസ്തക്കകത്ത് നടന്നിട്ടില്ല, മുഷാവറ യോഗത്തിൽ നടന്നിട്ടില്ല. യോഗം അവസാനിപ്പിച്ചതിന് ശേഷമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയത് എന്ന് പറയുകയും യോഗത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മാധ്യമങ്ങളെ കണ്ട് എടുത്ത തീരുമാനങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു എന്ന വിശദീകരണ കുറിപ്പ് വന്നതിന് ശേഷവും ആ പ്രശ്നം കത്തിച്ചു നിർത്താൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂലികൾക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് മുഷാവറയിൽ ഇത്തരമൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന സൂചന നൽകിക്കൊണ്ട് മുഷാവറ അംഗമായ ഡോക്ടർ മഹാബുദ്ദി നഖ്വി രംഗത്ത് വന്നത്. നഖ്വി രംഗത്ത് വന്നതിന് ശേഷം മുഷാവറ അംഗമല്ലാത്ത അബ്ദുൾ സമദ് പൂക്കൂട്ടൂരും ഇതേ വാദവുമായി രംഗത്ത് വരികയും മാധ്യമപ്രവർത്തകരെ കാണുകയും ചെയ്തു. ഈ രണ്ടുപേരും മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരാണ്. സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂലിയാണ് ഡോക്ടർ മഹാബുദ്ദീൻ നഖ്വി. അതോടൊപ്പം തന്നെ അബ്ദുൾ സമദ് പൂക്കൂട്ടൂർ സമസ്തയുടെ നേതാവാണ്, പക്ഷേ മുഷാവറ അംഗമല്ല. അദ്ദേഹവും മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരാണ്. ഈ രണ്ടുപേരുമാണ് ഈ കള്ളന്മാർ പ്രയോഗം നടന്നു എന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി എന്നും വാദം ഉയർത്തുന്നത്. ആ വാദം ഉയർത്തിയത് ഇതൊരു വിവാദമായി നിർത്തി മുഷാവറ എടുത്ത ലീഗ് വിരുദ്ധമായ രണ്ട് സുപ്രധാനമായ തീരുമാനങ്ങൾ മറച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ് ആ രണ്ട് തീരുമാനങ്ങൾ? അതിലൊന്ന് CIC-യുമായി ബന്ധപ്പെട്ടാണ്. കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ്. സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം ഫൈസി അദ്രിശ്ശേരി, അദ്ദേഹത്തെ നേരത്തെ സമസ്തയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അദ്ദേഹത്തെ CIC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റണമെന്ന് സമസ്ത ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മാറ്റാൻ തയ്യാറായില്ല. CIC-യുടെ ചെയർമാൻ കൂടിയായ, അധ്യക്ഷൻ കൂടിയായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹമാണ് CIC-യുടെ പ്രസിഡന്റ്. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് കൂടിയാണ് സാദിഖ് അലി തങ്ങൾ. അപ്പോൾ സാദിഖ് അലി തങ്ങളുടെ അനുഗ്രഹാശിസുകളോടുകൂടിയാണ് അബ്ദുൽ ഹക്കീം ഫൈസി അദ്രിശ്ശേരി അവിടെ തുടരുന്നത്. അത് മുസ്ലിം ലീഗിന്റെ അനുവാദത്തോടു കൂടിയുമാണ്. മുസ്ലിം ലീഗിന്റെ വേണ്ടപ്പെട്ട ആളായി ഇപ്പോൾ അബ്ദുൽ ഹക്കീം അദ്രിശ്ശേരി മാറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാളെ, സമസ്ത പുറത്താക്കിയ ഒരാളെ CIC-യുടെ ജനറൽ സെക്രട്ടറിയായി വീണ്ടും നിയമിച്ചതിൽ പ്രതിഷേധിച്ച്, അല്ലെങ്കിൽ നിയമിച്ചത് കൊണ്ട് CIC-യുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാൻ, അവസാനിക്കാൻ സമസ്ത മുഷാവറ തീരുമാനിച്ചു. ലീഗിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. പക്ഷെ അത് വലിയ വാർത്തയായി വന്നിട്ടില്ല, ചർച്ചയായി വന്നിട്ടില്ല. കാരണം അതിനെ മറച്ചു പിടിക്കുന്ന മറ്റൊരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരുവാൻ ലീഗ് അനുകൂലികൾക്ക്, സമസ്തയിലെ ലീഗ് അനുകൂലികൾക്ക് കഴിഞ്ഞു എന്നതുകൊണ്ട് മാത്രമാണ്. ചെറിയ കാര്യമല്ല. മുസ്ലിം ലീഗിന്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളുകയാണ് സമസ്ത ചെയ്യുന്നത്. സമസ്ത എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം പ്രഖ്യാപിച്ചത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട, അത് ലീഗിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാണ്.
രണ്ടാമത്താണ് അതിലേറെ പ്രാധാന്യമുള്ളതാണ്. അതുമാത്രമല്ല, ഗുരുതരമായ ആരോപണവും സമസ്ത ഉന്നയിക്കുന്നുണ്ട് ഹക്കീം ഫൈസി അതിർശ്ശേരിക്കെതിരെ. അതിർശ്ശേരി ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ് എന്ന്. ജമാഅത്തെ ഇസ്ലാമിക്കാരനായ അതിർശ്ശേരിയെ എന്തിന് CIC-യുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ അനുവദിക്കുന്നു, മുസ്ലിം ലീഗ് അനുവദിക്കുന്നു എന്ന ചോദ്യമാണ് സംസ്ഥാന നേതാക്കൾ ചോദിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന നേതാക്കൾ ഈ ആവശ്യം ഉന്നയിക്കുകയും അതിർശ്ശേരിക്ക് കൃത്യമായി ജമാഅത്തെ ഇസ്ലാമിയുമായും പുത്തൻ ആശയഗതിക്കാരുമായും ബന്ധമുണ്ട് എന്ന് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് പട്ടിക്കാട് ജാമിയ നൂരിയയെ സംബന്ധിച്ചാണ്. പട്ടിക്കാട് ജാമിയ നൂരിയയിലെ അധ്യാപകനായ അബ്ദുള്ള ബ്ലഫരിയെ പുറത്താക്കാൻ സമസ്ത തീരുമാനിച്ചു, മുശാവറ യോഗം തീരുമാനിച്ചു. പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ യോഗത്തിന് ശേഷം പ്രഖ്യാപിച്ചതാണ് ഇക്കാര്യവും. പക്ഷേ മാധ്യമങ്ങൾ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. ആരാണ് പട്ടിക്കാട് ജാമിയ നൂരിയയുടെ പ്രസിഡന്റ്? പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ലീഗിന്റെ പൂർണ്ണ പിന്തുണയുള്ള ആളാണ് അബ്ദുള്ള ഫഫരിയ. അതുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കാൻ സംസ്ഥ തീരുമാനിക്കുന്നു എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന് കിട്ടിയ രണ്ടാമത്തെ അടി, മുസ്ലിം ലീഗിന്റെ നിലപാടിന് കിട്ടിയ രണ്ടാമത്തെ അടി. അതും മാധ്യമങ്ങളിൽ വലിയ വാർത്ത വന്നില്ല, മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ ചർച്ച ആയി ഉയർന്നു വന്നില്ല. എന്തുകൊണ്ട്? മറ്റേ പ്രശ്നം എടുത്തിട്ടു. അതാണ് കള്ളന്മാർ വിളി. ഉമർ ഫൈസി മുക്കം ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അടക്കം കള്ളന്മാർ എന്ന് വിളിച്ചു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. അത് വലിയ വാർത്തയാക്കി നിർത്താൻ മുസ്ലിം ലീഗ് അനുകൂലികൾക്ക് കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഈ തിരിച്ചടി സത്യത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വമ്പൻ തിരിച്ചടിയാണ്. സമസ്ത കൊടുത്ത കൃത്യം അടിയാണ്. ആ തീരുമാനം പക്ഷേ മുസ്ലിം സമുദായത്തിനകത്ത് വലിയ ചർച്ചയാക്കി കൊണ്ടുവരുവാൻ കഴിയാതെ പോയത് ഉമർ ഫൈസി മുക്കം ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് അനുകൂലികൾ നടത്തിയ പ്രചാരണമാണ്. അതിന് മാധ്യമങ്ങൾ നൽകിയ വൻ പ്രചാരണമാണ്. അതിന് മാധ്യമങ്ങളുടേതായ രാഷ്ട്രീയമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്ക് സമസ്തയാണ്. മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കായ സമസ്ത മുസ്ലിം ലീഗിൽ നിന്ന് അകന്നാൽ മുസ്ലിം ലീഗ് ദുർബലമാകും, കോൺഗ്രസ് ദുർബലമാകും, UDF ദുർബലമാകും. അത് UDFിൻ്റെ സാധ്യതകളെ ഒന്നുകൂടി ഇല്ലാതാക്കും. അതുകൊണ്ട് മാധ്യമങ്ങൾ UDFിനോടൊപ്പമാണ്, UDFിലെ ഘടകകക്ഷികളെ പോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം വലിയ ചർച്ചയാക്കി മാറ്റാനും മന്ത്രിചർച്ച നടത്താനും ഒക്കെ കാരണമായി മാറിയത്. പക്ഷേ മുസ്ലിം സമുദായത്തിനകത്ത് ഇത് മെല്ലെ മെല്ലെ ചർച്ചയായി വരുന്നുണ്ട്. മുസ്ലിം ലീഗിന് കിട്ടിയ രണ്ട് കനത്ത അടി, അതാണ് കഴിഞ്ഞ മുഷാവറ യോഗത്തിൽ ഉണ്ടായത്. അത് മറച്ചു പിടിക്കാനാണ് ഈ വിവാദങ്ങളൊക്കെ കുത്തിപ്പൊക്കുന്നത് എന്ന സത്യം മെല്ലെ മെല്ലെ മുസ്ലിം സമുദായത്തിൽ ചർച്ചയായി വരുന്നുണ്ട്.